നഗരാസൂത്രണ വിദഗ്ധൻ അനിൽകുമാർ പണ്ടാല സാറാണ് ഒപ്പമുള്ളത്. സാർ, ചൂരൽമല ദുരന്തത്തിൻ്റെ മുറിവുണങ്ങും മുൻപ് പെരുമഴ പെയ്ത്തിനിടെ വയനാടിനെ ഞെട്ടിച്ച് വീണ്ടും മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായിരിക്കുന്നു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിന് കാരണം എന്താണ്? നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അതിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയുണ്ട്. ആ ചെറിയ വ്യത്യാസങ്ങൾ ശരിക്കും നമ്മുടെ ഒരു വിശകലനത്തിനെ അത് ശരിക്കും ബാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ആൻറ്റിസിപ്പേറ്ററി വെയിൽ എടുത്തിട്ടാണ് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള അവിടുത്തെ സ്ഥിതിവിശേഷം നമുക്ക് അറിയാത്തത് കാരണം ഞാനൊരു ജനറലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാം. ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ സാധാരണ ഈ ഒരുപാട് പ്രൊട്ടക്ഷൻ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. നമ്മൾ ഏത് പണി ചെയ്താലും, റോഡ് പണി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏത് പണിയായാലും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉള്ളതാണ്. നമ്മുടെ എല്ലാ കോൺട്രാക്റ്റിലും ഉള്ളത്. ഇത് കോൺട്രാക്റ്റ് വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ആ സേഫ്റ്റി മെഷേഴ്സ് ശരിക്കും അത് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ അവിടുത്തെ പടങ്ങൾ കാണുമ്പം, ചിത്രങ്ങൾ കാണുമ്പോൾ അത് മല ചെത്തിയെടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം മല ചെത്തിയെടുക്കുമ്പോൾ അതിന് റീഎൻഫോഴ്സ്മെൻറ്റ്സ് അവിടെ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററിയാണ്. അത് ചെയ്തേ പറ്റൂ. ഇപ്പം ഞാനത് അന്വേഷിച്ചപ്പോഴത്തേക്ക് അത് ചെയ്തിരുന്നു, അത് ഉൾപ്പെടെ ഒലിച്ചു വന്നു എന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് വാൾ ഉണ്ടായിരുന്നു അവിടെ, അത് ഉൾപ്പെടെ ഒലിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലപ്പുറം ഈ കള്ളാടി എന്ന് പറയുന്ന സ്ഥലങ്ങൾ, കള്ളാടി ഇല്ലേ എന്നല്ലേ എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ കള്ളാടി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഈ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിലൊക്കെ ഈ ഏരിയ പ്രത്യേകിച്ചും സെൻസിറ്റീവ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് നിലനിൽക്കെ അവിടെ ഒരു പണി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഒരു ടണൽ പണി ചെയ്യുമ്പോൾ ഡബിൾ സേഫ്റ്റി അവിടെ വേണ്ടതാണ്. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ആ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ മണ്ണിടിഞ്ഞേക്കാം എന്നും പറഞ്ഞൊരു റീറ്റെയിനിങ് വാൾ ചെയ്തു വെച്ചു എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷേ ഈ മണ്ണിൽ ജലാംശം എത്ര ഉണ്ട് എന്നൊക്കെ, ജലാംശത്തിൻ്റെ റിട്ടൻഷൻ എത്ര ഉണ്ടെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ ഇന്ന് നമുക്ക് ഉപാധികൾ ഉണ്ട്. അതൊക്കെ ചെയ്ത് പൂർണ്ണമായിട്ടും ഒരു സേഫ്റ്റി അവിടെ എൻഷുർ ചെയ്യേണ്ടത് ഈ പണി ചെയ്യുന്ന കോൺട്രാക്ടറും അവരെ നിർദ്ദേശിക്കേണ്ടത് അധികൃതരുടെയും ചുമതല തന്നെയാണ്. അത് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ സംഭവം ഉണ്ടായതുകൊണ്ട് നമുക്ക് പറയാം. തീർച്ചയായിട്ടും നമുക്കൊരു കൺക്ലൂഷനിലെത്താം അത് ചെയ്തിട്ടില്ല എന്നുള്ളത്. രണ്ടാമത് ഈ മണ്ണ് എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂട്ടിയിട്ടു, അത് കൂടെ വന്നിട്ടുണ്ടെന്നുള്ള നമുക്ക് ആ വീഡിയോ കണ്ടാലും മനസ്സിലാവും. ആ മണ്ണും കൂടെ ഒലിച്ച് വന്നിട്ടുണ്ടെന്നുണ്ട്. അങ്ങനെ മണ്ണങ്ങനെ കൂട്ടിയിടാൻ പാടില്ല. ഈ നമ്മുടെ ഓരോ കോൺട്രാക്റ്റും അതിനൊക്കെ വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഓരോ കോൺട്രാക്റ്റിൻ്റെയും കൂടെ വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കോൺട്രാക്ട്സിനൊക്കെ വളരെ നല്ല ഫ്രെയിം വർക്കുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ കഴിഞ്ഞാണ് 400 വർഷത്തെ ഇങ്ങനെയുള്ള പണികളുടെയൊക്കെ അറിവാണ് ഇങ്ങനെയുള്ള ഓരോ കോൺട്രാക്റ്റ് എഗ്രിമെൻ്റായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നത്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കണ്ടീഷൻസും പുച്ഛിച്ച് തള്ളും. ഈ അടുത്ത കാലത്ത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാർ പറഞ്ഞ പോലെ, മലയാളിക്ക് പ്രത്യേകിച്ചും നിയമം ലംഘിക്കാനൊരു പ്രത്യേക ഒരു ത്രില്ലാണ്. അപ്പോൾ അത് ഇതിലും വരും. ഈ എഴുതി കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതിങ്ങനെ കുറേ പറയും എന്ന് പറയും. ഇപ്പം നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനകത്ത് കുരുകുരാന്ന് പറഞ്ഞിരിക്കുക. അതിനകത്ത് ചിലപ്പോൾ പറയുന്നത് ഇത് ഒരിക്കലും നിങ്ങൾക്ക് തരില്ല എന്നായിരിക്കും പറഞ്ഞിരിക്കുക. നമ്മൾ വായിച്ച് നോക്കാൻ മെനക്കെടില്ല. അത് നമുക്ക് ഹാനികരമാകും. അതുപോലെ തന്നെയാണ് ഈ കോൺട്രാക്ട്സിൻ്റെ ഓരോ സെൻറ്റൻസും മുമ്പെവിടോ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം കണക്കിലെടുത്താണ് അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എഴുതുന്നത്. അപ്പം അതെല്ലാം ഫോളോ ചെയ്യണം എന്നുള്ളത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അത് മാൻഡേറ്ററിയാണ്. അവിടെയൊക്കെ നമ്മൾ വളരെ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നതെന്നുള്ള രണ്ടാമത്തെ ഇഷ്യൂ. മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മണ്ണെടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണെടുത്താൽ അവിടെ ഇടാൻ പാടില്ല, മാറ്റണം എന്നുണ്ട്.
ഈ മണ്ണ് മാറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഈ മുമ്പും ഞങ്ങൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ വളരെ സ്ട്രക്ചേർഡാണ്. ഞങ്ങളുടെ കമ്പനി ILFS പറയുന്ന കമ്പനിയും അതുപോലെ ഒരുപാട് കമ്പനികൾ ഭാരതത്തിലുണ്ട്. ഞങ്ങളൊരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് ഒരു 6 മാസം മുഴുവൻ പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിൽ ഈ മണ്ണെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മണ്ണെടുത്ത് കൂട്ടിയിട്ടിട്ടല്ല നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിനെല്ലാം വഴി കണ്ടിട്ടാണ് പണി തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊക്കെ വളരെ അപൂർവം കാര്യങ്ങളെ നമ്മളുടെ ഒരു പ്ലാനിങ്ങിൽ വരാതെ പോവുകയുള്ളൂ. അത് നമുക്ക് എമർജൻസി മെഷേഴ്സ് വെച്ചിട്ട് അതും നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഇത് മണ്ണെടുത്ത് മാറ്റണം എന്നുണ്ട്. അപ്പം മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട് മാറ്റിയിട്ടില്ല? ഇപ്പോൾ തന്നെ ഞാൻ കണ്ട 2-3 റിപ്പോർട്ടിൽ CM അദ്ദേഹം തന്നെ അത് മണ്ണെടുത്ത് മാറ്റണമെന്നും കളക്ടർ ഓർഡർ ഇട്ടിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് മാറ്റിയില്ല? ഇവിടാണ് നമ്മളൊന്ന് അല്പം നോക്കിക്കഴിഞ്ഞാൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് ഇതുപോലുള്ള അപകടങ്ങളും മറ്റേ നാഷണൽ ഹൈവേയിൽ വന്ന അപകടങ്ങളും. ഞാൻ ഇതിനെപ്പറ്റി തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തൽപര കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ബാഹ്യ ഇടപെടലുകൾ വരും എന്ന് ഞാൻ പറഞ്ഞ് അതാണ്. ഇതൊരു മണ്ണ് മാഫിയ ഇഷ്യൂ ആണ്. അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മൊത്തത്തിൽ ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് കേരളത്തിൽ ഒരു മണ്ണ് മാഫിയ അതിനകത്ത് വരും. ആ മണ്ണ് മാഫിയയുടെ കൺട്രോളിലാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം മണ്ണ് മാറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും കൊടുത്തു കാണും. അത് കൊടുത്തത് ഏതെങ്കിലും വേണ്ടപ്പെട്ടവരുടെ താല്പര്യങ്ങൾ കണക്കാക്കിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതാകാനാണ് ചാൻസ്. ഇനിയിപ്പോൾ അങ്ങനെ കൊടുത്ത അല്ലെങ്കിൽ പോലും ടെൻഡർ വിളിച്ചിട്ടാണ് കൊടുത്തതെങ്കിൽ പോലും ആ മണ്ണ് മാറ്റേണ്ട ചുമതല ടെൻഡർ എടുത്തയാൾ അത് ടെൻഡറൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിൻ്റെ ബിഡ് ചെയ്യാൻ വരുന്നവരെയൊക്കെ കയ്യിലെടുത്ത് അവരൊക്കെ ഒരു കൺസോർഷ്യമായിട്ടൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ വിചാരിക്കുന്നതുകൊണ്ട് നടത്താൻ പറ്റും. പക്ഷേ അവർ അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് മാറ്റാത്ത എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവൻ അപകടത്തിലാവും. അതാണ് ഞാൻ മാഫിയ എന്ന് പറയാൻ കാര്യം. അപ്പം അതുകൊണ്ടായിരിക്കാം അതവിടെ കിടന്നത്. ഈ മണ്ണ് എടുത്ത ഉടനെ മാറ്റിയിരുന്നെങ്കിൽ കുറച്ച് അപകടം തീർച്ചയായിട്ടും ഒഴിവായതിനെന്നാണ് എനിക്കിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ, ഒന്ന് സേഫ്റ്റി മെഷേഴ്സ് പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത്. പരിസ്ഥിതി ലോല പ്രദേശമായത് കാരണം കൂടുതൽ സേഫ്റ്റി എടുക്കണമായിരുന്നു, അതും എടുത്തിട്ടില്ല ഉണ്ടെന്ന് തോന്നുന്നില്ല. മണ്ണ് അവിടെ എക്സ്കവേറ്റ് ചെയ്തെടുത്ത മണ്ണ് അതവിടെ കിടപ്പുണ്ടായിരുന്നു, അത് മാറ്റിയിട്ടില്ല. അത് മാറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അത് വളരെ പ്രസക്തമാണ്. നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നിച്ച് നിൽക്കണം. നിങ്ങളെല്ലാം ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മാഫിയകളെയൊക്കെ നമുക്ക് ഒരു പരിധിയിൽ നിർത്താൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. 4ാമത്തെ ഒരു പോയിന്റ്, ഇത് PWD എടുത്ത കേരള PWDയുടെ വർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇതുപോലുള്ള പരിസ്ഥിതി ലോല പ്രദേശത്തൊക്കെ ഉള്ള ടണലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രില്ലിംഗ് ആണ് ചെയ്യുന്നത്. അത് വളരെ വില കൂടിയ ഒരു പ്രോസസ്സാണ്, എക്സ്പെൻസീവ് പ്രോസസ്സാണ്. ഇത് ബ്ലാസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ആ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ബ്ലാസ്റ്റിംഗ് ആണെങ്കിൽ ആ പരിസ്ഥിതി ലോല പ്രദേശത്ത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റിംഗ് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്നും കൂടെ അത് ഇനിയും അത് വിശകലനം ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ബ്ലാസ്റ്റിംഗ് ആണെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഇഷ്യൂസ് അവിടെ വരാം. സർപ്പോൾ കേരളത്തിലെ ഒരുപാട് സ്ഥലത്ത് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഒരു പുനഃപരിശോധന ആവശ്യമാണോ? പുനഃപരിശോധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റും ഏറ്റെടുത്തിരിക്കുന്നവരുടെ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. കാരണം കൊടുത്ത വർക്ക് ടെൻഡർ അവാർഡിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവർക്ക് പാലിക്കുവാൻ താല്പര്യമില്ലാത്ത കക്ഷികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലൊക്കെ വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ മണ്ണ് മാഫിയ എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ നാഷണൽ ഹൈവേയിൽ പലയിടത്തും ഇടിഞ്ഞു താണും ക്രാക്ക് വന്നതൊക്കെ നമുക്കറിയാം, ഒലിച്ചുപോയ കേസുകൾ.
അവിടെ എല്ലാം ഈ മണ്ണിൻ്റെ ക്വാളിറ്റിയാണ് ഇഷ്യൂ. അപ്പോൾ അവിടെ എന്താണ് ഈ മണ്ണ് വരുന്നിടത്ത് മാത്രം എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആണ് ഈ ബാഹ്യ ഇടപെടലുകളും അതെന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങളും അവശേഷിക്കുന്നത്. അപ്പം ഈ എല്ലാ കോൺട്രാക്ട്സും പുനഃപരിശോധിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് പുനഃപരിശോധിക്കേണ്ട കാര്യം വരില്ല. അത് ഏറ്റെടുത്ത ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം. അവർ സർക്കാരുകളെ, അത് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും, അവരെ എംബാരസ് ചെയ്യാതെ, അവരെ പ്രതിക്കൂട്ടിലാക്കാതെ ജോലി ചെയ്തു പോകാൻ കഴിവുള്ളവരാണോ എന്ന് നോക്കേണ്ടത് തീർച്ചയായിട്ടും നോക്കണം. പിന്നെ ഈ പറയുന്ന പോലെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലും ഒക്കെ പ്രോസസ്സ് കംപ്ലീറ്റ് ആണോ എന്ന് നോക്കണം. അത് കോൺട്രാക്റ്റിൻ്റെ അല്ല, ചിലപ്പോൾ ഇത് കോൺട്രാക്റ്റ് അവാർഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായോ എന്നുള്ളത് നോക്കുന്നതിന് ജനറലി അങ്ങനെ പാകപ്പിഴ വരില്ല. കാരണം ഇതെല്ലാം പ്രോസസ്സ് വളരെ പ്രൊഫഷണലാണ്. നാഷണൽ ഹൈവേയുടെ ആണെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അവർ പലപ്പോഴും കണ്ണടയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ബാഹ്യ ഇടപെടൽ വരുമ്പോഴത്തേക്ക് അവർ ചില കണ്ണടയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്ത് പോകാം എന്നുള്ളത് നോക്കുന്നതിന് തെറ്റില്ല മൊത്തത്തിൽ. പക്ഷേ തീർച്ചയായിട്ടും ഏറ്റെടുത്തവരുടെ ആൻറ്റിസിഡൻസ് നോക്കുന്നതിന് യാതൊരു സംശയമില്ല, അത് വേണം, അത്യാവശ്യമാണ്. സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടത്തും ഈ കരാർ കമ്പനികൾ വീഴ്ച വരുത്തുന്നുണ്ട്. ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണോ? ഞാൻ ഒത്തുകളി എന്ന് പറയില്ല. പലർക്കും ഈ കോൺട്രാക്ടേഴ്സ്, ചെറിയ എളിയവനായാലും വലിയവനായാലും, വലിയ കോൺട്രാക്ടർമാരുണ്ട്, അവരൊക്കെ താപ്പാനുകളാണ്, താഴെയുള്ളവരുണ്ട്. പക്ഷെ താപ്പാനുകളെന്ന് മാത്രമല്ല, പല കോൺട്രാക്ടേഴ്സ് എന്നുള്ള മൊത്തത്തിലുള്ള ആ ഒരു ഗ്രൂപ്പ് തന്നെ തത്പര കക്ഷികളുടെ പിടിയിലാണ്. അത് എളുപ്പമല്ല ആ പിടിയിൽ നിന്ന് വെളിയിൽ വരാനായിട്ട്. അതിപ്പോൾ ഞാൻ തിരുവനന്തപുരം റോഡ് പ്രോജക്റ്റ് ചെയ്തപ്പോൾ എനിക്കറിയാം, പലയിടത്തും അവർക്കിഷ്ടമുള്ളവർക്ക് വർക്ക് കൊടുക്കണം. പിന്നെ അവരുടെ ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫുട്പാത്ത് ചെയ്യുമ്പോൾ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഫുട്പാത്ത് ചെയ്യേണ്ട, അത് വളരെ തിരുവനന്തപുരത്ത് പിന്നെ ഒരു പ്രമുഖ ആളാണ്, ഞങ്ങളുടെ വീടിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഫുട്പാത്ത് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു ഫുട്പാത്ത് ചെയ്തേ പറ്റൂ, ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എഴുതി തരണം. എഴുതി തരില്ല. കാരണം എഴുതി തന്നാലേ ഞങ്ങളുടെ ഒരു കൺസെഷൻ എഗ്രിമെൻ്റ് എന്നുള്ള നിലയിൽ ആ എഗ്രിമെൻറ്റ് ഞാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എഴുതി കിട്ടണം. അപ്പോൾ എഴുതി തരില്ല. പക്ഷേ ഞാനല്ലായിരുന്നു, അഥവാ ഞങ്ങളുടെ കമ്പനി അല്ല ഈ പ്രോജക്റ്റ് ചേരുന്നെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് കൊടുത്തേനെ. അത് അവോയ്ഡ് ചെയ്യുമ്പോൾ എന്താ ഗുണം, അതിൻ്റെ ആലോചിച്ച് നോക്കും. ഇവിടാണ് ഈ അവരുടെ പിടിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പിടിയിലല്ല എന്നുള്ളത്, അവരുമായിട്ടൊരു നെക്സസ് ആണോ എന്നുള്ളത്. ഞാൻ ഫുട്പാത്ത് ചെയ്യാതെ പോയാൽ എനിക്ക് ചെയ്തതിനുള്ള പൈസ കിട്ടും കോൺട്രാക്ടർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇതൊരു ട്രാപ്പിൽ വീഴുകയാണ് ഇവർ. പലപ്പോഴും ഇവർ നിർബന്ധിതരാകുകയാണ് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. ചെയ്ത സ്ഥിതിക്ക് പിന്നെ ഞാനതിൽ കുറച്ച് കാശുണ്ടാക്കിയാൽ എന്താണെന്നൊരു ഇപ്പോൾ ചക്കര കൊടുത്ത് കൈയിട്ടാൽ നക്കാതെ ആരും കാണില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അവരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ പോകും. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരുപാട് ഇൻ്റർഫറൻസ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഈ അഴിമതി തുടച്ചു നീക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഴംതുണിയും കൊണ്ട് ആൾക്കാർ ഇറങ്ങാറുണ്ട് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും, അഥവാ ഇലക്ഷൻ സമയത്ത്. പക്ഷേ ഇതുവരെ അഴിമതി കൂടി വരുന്നതല്ല, കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടില്ല. ഇതിൻ്റെയൊക്കെ പുറകിൽ രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ്. സാർ, ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ മലയോരവാസികളുടെ ഉറക്കം കളയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായിട്ടുണ്ട്. മഴത്തുള്ളികൾ കനത്തു പെയ്താൽ അവർ ഉറങ്ങാതെ നേരം വെളുപ്പിക്കുകയാണ്. മലയോരത്ത് മഴ കലുതുള്ളി പെയ്തപ്പോഴൊക്കെ ഉരുൾ ദുരന്തം മലയിറങ്ങി വന്ന് അവർക്ക് താങ്ങാനാവാത്ത ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വർഷകാലത്തെ, പ്രത്യേകിച്ച് ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ കേരളത്തിലെ മലയോര മേഖല പേടിച്ചു കഴിയേണ്ട അവസ്ഥയാണോ? ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ടൂൾസും എക്യുപ്മെൻറ്റും ഒക്കെ അവൈലബിൾ ആണ്. ഒരു സ്ഥലത്തെ, ഒരു പ്രദേശത്തെ സോയിൽ മണ്ണിൻ്റെ കണ്ടീഷൻസൊക്കെ ചെക്ക് ചെയ്യാനുള്ളത്. അതൊക്കെ ചെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്രയൊക്കെ അപകടങ്ങൾ വന്നതല്ലേ, അതൊരു നമ്മുടെ എന്നും ദൈനംദിന പ്രൊസീജിയറാക്കി മാറ്റേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. അത് ഇങ്ങനെ മണ്ണിടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് മുതലക്കണ്ണീർ പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമത്
ഈ മലയോര പ്രദേശങ്ങളിൽ ഈ നമ്മൾ പരിസ്ഥിതിയെയും PWDയുടെ വർക്കിനെയും ഒക്കെ നമ്മൾ പഴിചാരുന്നതിന് പകരം എന്തിനാണ് ഈ മലയോര പ്രദേശങ്ങളിൽ കുടിയേറി പാർക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഈ മലയോര പ്രദേശങ്ങളിലെ ഇത്രയും പ്രശ്നത്തിലാക്കുന്ന ഒരു ഘടകം തീർച്ചയായിട്ടും അത് കയ്യേറുന്നത് തന്നെയാണ്. അതിനെ മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളതിനെ മുഴുവൻ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളതിനെ പഴിക്കുമ്പം അതും കൂടെ പഴിക്കുക. ഇനിയെങ്കിലും കയ്യേറിയ സ്ഥലങ്ങൾ വിട്ടിട്ട്, അഥവാ കയ്യേറിയവർക്ക് സർക്കാർ തന്നെ വേറെ സ്ഥലം കൊടുത്തിട്ട് അവരെ ഒഴിയാൻ പറയുക. എന്നിട്ട് തിരിച്ച് ഈ മലയോര പ്രദേശങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അവരിപ്പോൾ പേടിച്ച് ഇപ്പം ഇന്നത്തെ സ്ഥിതിയിൽ പേടിച്ച് കഴിയേണ്ട ഒരു സ്ഥിതി തന്നെയാണ്. കാരണം സർക്കാർ ഈ മലയോര പ്രദേശങ്ങളുടെ ഹെൽത്ത് സ്റ്റേറ്റസ് നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു സ്ഥാനത്ത് അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇന്ന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ലഭ്യമാണ്. അത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും ഈ മനുഷ്യൻ പ്രകൃതിയെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നിടത്തോളം മുണ്ടക്കൈ, ചൂരൽമല പോലെയുള്ള അല്ലെങ്കിൽ കള്ളാടിയിലേതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം. അപ്പോൾ ഈ പോക്കുപോയാൽ നമുക്ക് പരിചിതമല്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ പോലും വിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെ സംഭവിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഞാനിതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞത് തന്നെ പിന്നെ ആവർത്തിക്കുകയാണ്. കാരണം പ്രകൃതിയെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ആണ് നമുക്ക് കിട്ടുന്ന ഈ ആഘാതങ്ങൾ. ഇപ്പം തിരുവനന്തപുരം നഗരത്തിൽ പിന്നെ സുരക്ഷമായിട്ടുള്ള സ്ഥലത്തിരുന്നിട്ട് ഇതൊക്കെ പറയാമെന്ന് പറയും. അങ്ങനല്ലേ ഞാൻ പറയുന്നത്. കേരളത്തിൽ സ്ഥലമില്ല, എല്ലാവരും മലയിൽ കയറണം, കാട് മുഴുവൻ നല്ലൊരു ശതമാനം വെട്ടിത്തെളിച്ച് മുഴുവൻ റബ്ബർ പ്ലാന്റേഷൻസും ബാക്കിയുള്ള പ്ലാന്റേഷൻസൊക്കെ ആക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അത് പ്രകൃതിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ നിന്നിരുന്നത്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങൾ. അത് നിൽക്കണമെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഇക്കോസിസ്റ്റം നമ്മൾ അവിടെ നിലനിർത്തിയേ പറ്റുള്ളൂ. അതിന് പകരം ഇതെല്ലാം വെട്ടിത്തെളിച്ച് റബ്ബർ പ്ലാന്റേഷൻസും ഒക്കെ ആക്കുമ്പോൾ നമുക്ക് റബ്ബറാണോ ആവശ്യം അതോ നമുക്ക് സുരക്ഷയാണോ ആവശ്യം എന്നുള്ള തീരുമാനം നമ്മൾ തന്നെ എടുക്കണം. സർക്കാരിനെ പഴിയാറിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഒരു PWDയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുമായിട്ട് ഇടപഴകിയപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, കുറച്ച് കാലം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് ഒരു ദിവസം അദ്ദേഹത്തിനെ ഒരു റോഡ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിച്ചു. അദ്ദേഹം പോയി നോക്കിയപ്പോഴത്തേക്ക് മലയിൽ കാടിലോട്ട് 500 മീറ്റർ റോഡ് വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യില്ല, ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഞാൻ എന്നെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് പിന്നെ പോയ സ്ഥിതിക്ക് അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്തു. അദ്ദേഹം പറയുന്നത് പിന്നെയും ഒരു ടെമ്പററി ചാർജ് പുള്ളിക്ക് PWD വന്നപ്പം, ഒരു 5-6 വർഷം കഴിഞ്ഞ് വന്നപ്പം പിന്നെയും അവിടുത്തെ റോഡ് ഇനോഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം ക്യൂരിയോസിറ്റി കൊണ്ട് പോയി. അവിടെ ചെന്ന് നോക്കാം ആ 500 നിന്ന് പിന്നെ 500 എടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ ഒരു വലിയ ഒരു കൂട്ടുകൃഷിയാണ്. എന്നിട്ട് നമ്മൾ അവരെ ആരെങ്കിലും ഒന്ന് അവിടെ പോരുന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ വേറെ ജീവിക്കാൻ സ്ഥലമില്ല, അങ്ങോട്ട് കയറുകയാണെന്ന് പറഞ്ഞ് അവരുടെ പക്ഷം വാദിക്കാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ. അപ്പോഴത്തേക്ക് ഈ എൻവയൺമെൻ്റലിസ്റ്റ് പരിസ്ഥിതി പ്രവർത്തകരെ ഒന്നും സ്ഥലത്തെങ്കിലും കാണില്ല. കാരണം അവർക്കെതിരെ നിന്നാൽ ഇവർക്കടി കിട്ടും. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി മാറിയാൽ മാത്രമേ നമുക്ക് പ്രകൃതിയും മനുഷ്യരുമായിട്ട്, ഇപ്പം നമ്മൾ കാണുന്ന ഈ മൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ, നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒരു പ്രധാന കാര്യം നമ്മൾ അവരുടെ സ്ഥലം കയ്യേറി എന്നുള്ളതാണ്. അല്ല അവരിങ്ങോട്ട് വന്നു എന്നുള്ള ഒരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മൾ അവരുടെ സ്ഥലം കയ്യേറി അവരിങ്ങോട്ട് വരും. അപ്പോൾ അത് മനസ്സിൽ കണ്ടു വേണം പ്രവർത്തിക്കാനായിട്ട്. ഈ ദുരന്തം വരുമ്പോൾ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല.